കോൾഡ് വാർ കാലഘട്ടത്തിൽ ലോകം രണ്ട് വലിയ സൈനിക സഖ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഒരു വശത്ത് നാറ്റോ, മറുവശത്ത് വാർസോ പാക്ട്. നാറ്റോ ഒരിക്കലും യുദ്ധം ചെയ്തില്ല. പക്ഷേ വാർസോ പാക്ട് അത് തങ്ങളുടെ സ്വന്തം അംഗരാജ്യങ്ങളെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ. 1955 രൂപീകരിച്ച ഈ സഖ്യം 36 വർഷം നീണ്ടുനിന്നു. സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ യൂറോപ്പിനെ ഒരുമിച്ച് നിർത്തിയ ഈ സഖ്യം എങ്ങനെയുണ്ടായി, എന്ത് ചെയ്തു, എങ്ങനെ പെട്ടെന്നില്ലാതെയായി എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കുന്നത്. ഹലോ, എൽറോക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് രണ്ടായി പിളർന്നു. പടിഞ്ഞാറൻ യൂറോപ്പ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ പിന്തുടർന്നു. കിഴക്കൻ യൂറോപ്പ് സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലായി. 1949 പടിഞ്ഞാറൻ രാജ്യങ്ങൾ നാറ്റോ അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ രൂപീകരിച്ചു. 1955 പടിഞ്ഞാറൻ ജർമ്മനി നാറ്റോയിൽ ചേർന്നു. ഇത് സോവിയറ്റ് യൂണിയന് വലിയ ഭീഷണിയായി. അതിൻ്റെ മറുപടിയായി 1955 മെയ് 14 പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാഴ്സയിൽ ഒരു ഉടമ്പടി ഒപ്പിട്ടു. ഇതാണ് വാർസോ പാക്ട് അഥവാ സൗഹൃദ സഹകരണം. പരസ്പര സഹായ ഉടമ്പടി ചെയ്ത ആദ്യ അംഗരാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ, അൽബേനിയ, ബൾഗേറിയ, ചെക്കോസ്ലോവാക്യ, കിഴക്കൻ ജർമ്മനി, ഹംഗറി, പോളണ്ട്, റൊമാനിയ. ഈ ഉടമ്പടി പ്രകാരം ഒരു അംഗരാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അത് എല്ലാവരുടെയും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സോവിയറ്റ് യൂണിയന് കിഴക്കൻ യൂറോപ്പിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപകരണമായിരുന്നു. വാർസോ പാക്ട് ഒരു ഏകീകൃത സൈനിക കമാൻഡ് ഉണ്ടായിരുന്നു. ആസ്ഥാനം മോസ്കോയിലായിരുന്നു. ആദ്യം സുപ്രീം കമാൻഡറായിരുന്നത് സോവിയറ്റ് മാർഷൽ ഇവാൻ കോണൽ. സോവിയറ്റ് ഓഫീസർമാർ തന്നെ ഭൂരിഭാഗം ഉന്നത തസ്തികകളിലും ഉണ്ടായിരുന്നു. പല അംഗരാജ്യങ്ങളിലും സോവിയറ്റ് സൈന്യം സ്ഥിരമായി താവളം ഉറപ്പിച്ചിരുന്നു. നാറ്റോ ജനാധിപത്യ രാജ്യങ്ങളുടെ തുല്യമായ സഖ്യമായിരുന്നു. പക്ഷേ വാർസോ പാക്ട് സോവിയറ്റ് യൂണിയന്റെ മേൽക്കോയ്മയിലുള്ള ഒരു സഖ്യമായിരുന്നു. തീരുമാനങ്ങളെല്ലാം മോസ്കോയിൽ നിന്നായിരുന്നു. വാർസോ പാക്ടിന്റെ യഥാർത്ഥ ലക്ഷ്യം പടിഞ്ഞാറിനെതിരെ പോരാട്ടമല്ല, മറിച്ച് സ്വന്തം അംഗരാജ്യങ്ങളെ വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തലായിരുന്നു. 1956 ഹംഗറിയിൽ വിപ്ലവം. സ്റ്റാലിൻ്റെ മരണത്തിന് ശേഷം ഹംഗറി ജനാധിപത്യ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. സഖ്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചു. സോവിയറ്റ് സൈന്യം അതിക്രൂരമായി അടിച്ചമർത്തി. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. 1968 ഏറ്റവും പ്രശസ്തമായ ഒരു സംഭവം പ്രാഗ് സ്പ്രിംഗ്. ചെക്കോസ്ലോവാക്യയിലെ അലക്സാണ്ടർ ഡുബ്ചക് മനുഷ്യമൂല്യമുള്ള സോഷ്യലിസം എന്ന പേരിൽ സ്വാതന്ത്ര്യവും പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. 1968 ഓഗസ്റ്റ് 20-21 5 ലക്ഷത്തിലധികം സൈനികരും ആയിരക്കണക്കിന് ടാങ്കുകളും ഉപയോഗിച്ച് സോവിയറ്റ് നേതൃത്വത്തിലുള്ള വാർസോ പാക്ട് സൈന്യം ചെക്കോസ്ലോവാക്യ ആക്രമിച്ചു. പോളണ്ട്, ഹംഗറി, ബൾഗേറിയ, കിഴക്കൻ ജർമ്മനി എന്നിവയുടെയും സൈന്യവും പങ്കെടുത്തു. റൊമാനിയയും അൽബേനിയയും പങ്കെടുത്തില്ല. അൽബേനിയ പിന്നീട് സഖ്യത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തായി. ഈ ആക്രമണം വിജയിച്ചെങ്കിലും ലോകത്ത് വാർസോ പാക്ടിന്റെ പ്രതിച്ഛായ വല്ലാതെ തകർത്തു. 1990കളോടെ സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി. മീഖായേൽ ഗോർബച്ചേവ് ഗ്ലാസ്നോസ്റ്റ് പെരസ്ട്രോയിക എന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ബെർഷ്നേവ് ഡോക്ട്രിൻ ഉപേക്ഷിച്ചു. 1989 കിഴക്കൻ യൂറോപ്യൻ വിപ്ലവങ്ങൾ ആരംഭിച്ചു. പോളണ്ടിൽ തെരഞ്ഞെടുപ്പ്. ഹംഗറി അതിർത്തി തുറന്നു. നവംബർ 9 ബെർലിൻ വാൾ ഇടിഞ്ഞു. ഓരോ രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നു. 1990 കിഴക്കൻ ജർമ്മനി സഖ്യത്തിൽ നിന്ന് പുറത്തായി. 1991 ഫെബ്രുവരി 25 ഹംഗറിയിൽ നടന്ന യോഗത്തിൽ സൈനിക ഘടനകൾ അവസാനിപ്പിക്കാൻ തീരുമാനമായി.
1991 ജൂലൈ 1 പ്രാഗിൽ ചെക്കോസ്ലോവാക്യ വാർസോ പാക്ട് ഔദ്യോഗികമായി ലയിപ്പിച്ചു. അതേ വർഷം ഡിസംബറിൽ സോവിയറ്റ് യൂണിയൻ തന്നെ ഇല്ലാതെയായി. നാറ്റോയും വാർസോ പാക്ടും തമ്മിലുള്ള വലിയ വ്യത്യാസം. നാറ്റോ തുല്യതയും ജനാധിപത്യവും അടിസ്ഥാനമാക്കിയിരുന്നു. വാർസോ പാക്ട് സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള ഏകാധിപത്യ സഖ്യമായിരുന്നു. വാർസോ പാക്ട് നാറ്റോയുമായി നേരിട്ട് യുദ്ധം ചെയ്തില്ല. പക്ഷേ അത് യൂറോപ്പിനെ വിഭജിച്ച് ഇരുമ്പ് തിരശ്ശീലയുടെ പ്രതീകമായിരുന്നു. ഇന്ന് മുൻ വാർസോ പാക്ട് അംഗരാജ്യങ്ങളായ പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയവ നാറ്റോയിലും യൂറോപ്പ് യൂണിയനിലും അംഗങ്ങളാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിൽ ഒന്ന് ഇതാണ്. അവസാനമായി പറഞ്ഞാൽ വാർസോ പാക്ട് നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്ന ഒരു സഖ്യമായിരുന്നു. ജനങ്ങൾ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടപ്പോൾ അത് പെട്ടെന്ന് തകർന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാർസോ പാക്ട് നിലനിന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നിങ്ങൾ ഇത് കമൻറ്റിൽ ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.